പ്രിയ സുഹൃത്തുക്കളെ, സാമൂഹിക പ്രവർത്തനത്തിൻ്റെ രചനാത്മകത എന്ന വിഷയം വർത്തമാനകാല പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒതുങ്ങി നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു കല ആണ്. ഇറ്റ്സ് ആൻ ആർട്ട്. ഒരു സമൂഹത്തിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വേദനകളും നൊമ്പരങ്ങളും തിരിച്ചറിഞ്ഞ് സാധ്യതകളെയും തിരിച്ചറിഞ്ഞ് സർഗാത്മകമായി സാർത്ഥകമായി ഇടപെടുക എന്നുള്ളതാണ് യഥാർത്ഥ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ കാതൽ. തൻ്റെ താല്പര്യം നോക്കി, സ്വാർത്ഥതയിൽ ഊന്നി, സാമ്പത്തിക നേട്ടങ്ങളിൽ ഊന്നി, അധികാരത്തിൽ ഊന്നി ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിനെ സാമൂഹിക പ്രവർത്തനം എന്ന് പറയാൻ കഴിയില്ല. അത് വളരെ നിഷ്കളങ്കമായിരിക്കണം, നിസ്വാർത്ഥമായിരിക്കണം, ഋജുരേഖയിലുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനം ഒരു കലയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തകരെയാണ് ഇന്ന് നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ ഉള്ള സാമൂഹിക പ്രവർത്തനം നടത്തുന്ന വ്യക്തി ഒരു കലാകാരൻ കൂടിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒട്ടും തന്നെ ഇല്ല. ഒരു കലാകാരന് മാത്രമേ പ്രപഞ്ചത്തിൻ്റെ ദർശനങ്ങളെയും വ്യക്തിയുടെ ദർശനത്തെയും സമൂഹത്തിൻ്റെ പൊതുദർശനങ്ങളെയും പരസ്പരം താരതമ്യപ്പെടുത്തി ശില്പഭംഗിയും രൂപഭംഗിയും ഉണ്ടാക്കി സമൂഹത്തിൽ നൽകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രവർത്തകൻ ഒരു കലാകാരനാണ്. അത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തകരെ ഇന്ന് സമൂഹം ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയം വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. കാരണം അത്ര കണ്ട് കലുഷിതമാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം. അതിനകത്ത് കലാകാരന്മാരായ സാമൂഹിക പ്രവർത്തകരെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കലാകാരനെ വാർത്തെടുക്കുമ്പോൾ എന്തായിരിക്കണം ആ കലാകാരൻ്റെ പ്രവർത്തനത്തിൻ്റെ ദർശനം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി വശങ്ങൾ പറയാനുണ്ട് എങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട കാതലായ ആശയം എന്ന് പറയുന്നത് ആ വ്യക്തി, ആ സാമൂഹിക പ്രവർത്തകൻ പ്രകൃതിയുടെ വൈവിധ്യത്തെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവനും വർത്തമാനകാലത്ത് ഫാസിസത്തിനെതിരെ സംസാരിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും ആകണം. ഇന്നത്തെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈ ദർശനമാണ്. പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യം, അതിനെ തിരിച്ചറിയുക, അതിനെ അംഗീകരിക്കുക, അതോടൊപ്പം തന്നെ ആ വൈവിധ്യത്തെ ഇല്ലാതാക്കുന്ന പ്രകൃതി വിരുദ്ധമായ ഫാസിസത്തെ മനസ്സിലാക്കി അതിനെതിരെ അതിശക്തമായി പോരാടുക. ഈ ഒരു ദർശനം സാമൂഹിക പ്രവർത്തകന് ഉണ്ടായാൽ ആ സാമൂഹിക പ്രവർത്തനത്തിന് രചനാത്മകതയുണ്ട് എന്ന് പറയാം, കൃത്യമായ ലക്ഷ്യബോധമുണ്ട് എന്ന് പറയാം, വളരെ വ്യക്തമായ സാമൂഹിക ബോധമുണ്ട് എന്ന് പറയാം, ഒരു സംശയവുമില്ലാത്ത പ്രകൃതിബോധമുണ്ട് എന്നും പറയാം. അതുകൊണ്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ ഈ സമൂഹത്തിനെ മാറ്റിമറയ്ക്കുവാനുള്ള പ്രധാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഇതാണ് പ്രധാനപ്പെട്ട ആശയം. പ്രകൃതിയുടെ വൈവിധ്യത്തെ തിരിച്ചറിയുക, വൈവിധ്യത്തെ അംഗീകരിക്കുക.
അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം മനസ്സിലുണ്ടാവും, എന്താ പ്രകൃതിയിൽ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം? വൈവിധ്യത്തെ മനസ്സിലാക്കാതെ പ്രകൃതിയെ മനസ്സിലാക്കാൻ കഴിയില്ല. പ്രകൃതിയെ മനസ്സിലാക്കണമെങ്കിൽ വൈരുദ്ധ്യത്തെ മനസ്സിലാക്കിയേ പറ്റൂ. പ്രകൃതി നിലനിൽക്കുന്നത് അതിൻ്റെ സന്തുലനത്തിലൂടെയാണ്. ആ സന്തുലനം നിലനിർത്താൻ പ്രകൃതി ഉപയോഗിക്കുന്നത് അതിൻ്റെ വൈവിധ്യത്തെയാണ്. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ജൈവ വൈവിധ്യത്തെക്കുറിച്ച് മാത്രമാണ് ഓർക്കുക. അത് മാത്രമല്ല, ജൈവ വൈവിധ്യവും പ്രകൃതിയുടെ ഭൂപ്രദേശങ്ങളുടെ വൈവിധ്യവും ചിന്തകളുടെ വൈവിധ്യവും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ വൈവിധ്യവും ഏതു മേഖലയിൽ നോക്കിയാലും പ്രകൃതിയിൽ വൈവിധ്യം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ആ വൈവിധ്യത്തെ നിലനിർത്താനാണ് പ്രകൃതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ജാതി മത വ്യത്യാസങ്ങളോ ഒന്നും ഇല്ല എന്ന് പ്രകൃതി വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രകൃതിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ വൈവിധ്യമാണ്. വൈവിധ്യത്തെ അംഗീകരിക്കാത്തവർ ജനാധിപത്യ ബോധമുള്ളവരല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. വൈവിധ്യത്തെ മനസ്സിലാക്കാത്തവരാണ് ഫാസിസ്റ്റുകളായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അതുകൊണ്ട് തന്നെ വൈവിധ്യത്തെ തിരിച്ചറിഞ്ഞ് വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വൈവിധ്യമാണ് ശരി എന്ന് മനസ്സിലാക്കി ആ വൈവിധ്യത്തെ നിലനിർത്താനും പുഷ്കലമാക്കാനും ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു സാമൂഹിക പ്രവർത്തകനായി മാറുന്നത്. പൊതുവിൽ സാമൂഹിക പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് എന്ന ചെറിയ ഒരു ബോധമുണ്ടാകും, തിരിച്ചറിവുണ്ടാകും. അതിനപ്പുറത്തേക്കാണ് ഞാൻ പറയുന്നത്. ക്ലാസിക്കലായിട്ടുള്ളൊരു സാമൂഹിക പ്രവർത്തകൻ ആരാണ്? എന്താ അതിൻ്റെ ക്ലാസിക് സെൻസ്? ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഈ വൈവിധ്യം, പ്രകൃതി എന്ന് പറഞ്ഞാൽ വൈവിധ്യമാണ് എന്നും ആ വൈവിധ്യത്തെ വളർത്തിയെടുക്കുക, വികസിപ്പിച്ചെടുക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് സാമൂഹിക പ്രവർത്തകൻ്റെ ജീവിത ലക്ഷ്യം എന്നും ആ പ്രവർത്തകൻ തിരിച്ചറിയണം. ഇവിടെയാണ് അതിൻ്റെ രചനാത്മക സൗന്ദര്യം കിടക്കുന്നത്, ഭംഗി കിടക്കുന്നത്. ആ സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന സാമൂഹിക പ്രവർത്തകൻ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തീർച്ചയായും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് നവോത്ഥാനങ്ങളിലൂടെ ഉണ്ടായത്. യൂറോപ്യൻ നവോത്ഥാനമായാലും ഇന്ത്യൻ നവോത്ഥാനമായാലും കേരള നവോത്ഥാനമായാലും എന്തെടുത്തു നോക്കിയാലും ഈ ആശയത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. വൈവിധ്യത്തെ മനസ്സിലാക്കിയ ദാർശനികർ വൈവിധ്യത്തെ മനസ്സിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത്. കലാകാരന്മാരും അത് തന്നെയാണ് ശ്രമിക്കുക. പ്രകൃതിയുടെ താളം തൻ്റെ ചെണ്ടയിലൂടെ, തൻ്റെ വീണയിലൂടെ, തൻ്റെ ഉപകരണങ്ങളിലൂടെ സമൂഹ മനസ്സിലെത്തിച്ച് സമൂഹ മനസ്സിനെ താളാത്മകമാക്കി പ്രകൃതിക്കൊപ്പം നിർത്താൻ ശ്രമിക്കുന്നവരാണ് വാദ്യകലാകാരൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ. സംഗീതജ്ഞൻ അല്ലെങ്കിൽ ഒരു ഗായകൻ, ഗായിക ഈ സമൂഹത്തിൻ്റെ, ഈ പ്രകൃതിയുടെ സംഗീതഭാവങ്ങളെ മനസ്സിലേക്ക് എത്തിച്ച് മനസ്സിനെ താളാത്മകമാക്കി സംഗീതമയമാക്കി പ്രകൃതിയോടൊപ്പം നിർത്തുന്നവൻ, അതാണ് യഥാർത്ഥ ഗായകൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്രകൃതിയുടെ ഓരോ ഭാവങ്ങളെയും മനുഷ്യ മനസ്സിലേക്ക് എത്തിച്ച് അതിനെ താളാത്മകമാക്കുക, അതാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയോടുള്ള ചേർത്ത് നിർത്തൽ. നവോത്ഥാന നായകന്മാർ ചെയ്തത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുവും വക്കം മൗലവിയും ചാവറയച്ചനുമെല്ലാം ചെയ്തത് ഈ വൈവിധ്യത്തെ തിരിച്ചറിയലാണ്. ഈ വൈവിധ്യമാണ് ശരിയെന്ന് തിരിച്ചറിയലാണ്. സർവരും എന്ന വാക്ക് ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചത് ഈ അർത്ഥത്തിലാണ്. ഈ സമൂഹത്തിലുള്ള മുഴുവൻ ജീവികളും, മുഴുവൻ മനുഷ്യരും, ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ള എല്ലാം ഈ പ്രകൃതിയുടെ ഭാഗമാണ് എന്നും അതിനെ ഒന്നാക്കിയല്ല കാണേണ്ടത്, വൈവിധ്യമാക്കി തന്നെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞതിലൂടെയാണ് നവോത്ഥാനമുണ്ടായത്. സ്വാഭാവിക ഒരു ചോദ്യം ഉണ്ടാവാം, എന്താണ് നവോത്ഥാനം? വളരെ ലളിതമാണ്. മാനവികതയുടെ ജ്വലനമാണ് നവോത്ഥാനം. മാനവികതയുടെ ജ്വലനമാണ് നവോത്ഥാനം. മാനവികത ജ്വലിക്കുന്നത് എപ്പോഴാണ്? പ്രകൃതിയെ മനസ്സിലാക്കുമ്പോഴാണ്, വൈവിധ്യത്തെ മനസ്സിലാക്കുമ്പോഴാണ്, വൈവിധ്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ്,
മാനവികതയുടെ വളർച്ച എന്ന് പറയുന്നത് പ്രകൃതിയെ ഉൾക്കൊള്ളുമ്പോഴാണ്. ഈ ഒരു ചിന്തയിലൂടെയാണ് നവോത്ഥാനമുണ്ടായത്. യൂറോപ്യൻ നവോത്ഥാനം അതെ, മറ്റെല്ലാ നവോത്ഥാനങ്ങളും അതെ. അങ്ങനെ മാനവികതയുടെ ജ്വലനം നടന്ന നവോത്ഥാനത്തിലൂടെ ഈ മണ്ണിൻ്റെ വൈവിധ്യത്തെ തിരിച്ചറിയാൻ മനുഷ്യന് കഴിയുകയാണ്. അത് സാഹിത്യത്തിലൂടെയും കലാരൂപങ്ങളിലൂടെയും സിനിമകളിലൂടെയും നാടകങ്ങളിലൂടെയും ഈ സമൂഹ മനസാക്ഷിയിൽ എത്തിച്ചപ്പോഴാണ് ഒരു നവോത്ഥാന സമൂഹം നമുക്കുണ്ടായത്. അതിൻ്റെ വളർച്ചയാണ് ഒരു മതനിരപേക്ഷ ചിന്ത. മതനിരപേക്ഷ സമൂഹം എന്ന് പറഞ്ഞ് ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിത്തറ മാനവികതയുടെ ജ്വലനമാണ്. മാനവികതയുടെ ജ്വലനത്തിൻ്റെ അടിത്തറ പ്രകൃതിയുടെ തിരിച്ചറിവാണ്, വൈവിധ്യത്തിൻ്റെ സമഷ്ടിയുടെ തിരിച്ചറിവാണ്. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിലൂടെ ഉണ്ടായ ആ വലിയ മാറ്റം ഈ സമൂഹത്തിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് വളരെ വളരെ അപകടകരമായ ഈ വൈവിധ്യമെല്ലാം തിരിച്ചറിയാതെ ഇതിനെയെല്ലാം ഒന്നാക്കി മാറ്റുവാനുള്ള വലിയ അപകടകരമായൊരു ശ്രമം നമ്മുടെ രാജ്യത്തും ലോകത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂലധനത്തിൻ്റെ വ്യത്യാസമാണ്. അദൃശ്യമായി കൊണ്ടിരിക്കുകയാണ് മൂലധനം. മൂലധനം പണ്ട് ഉൽപ്പാദന മേഖലയിൽ നിക്ഷേപിച്ചിരുന്നപ്പോൾ അത് ദൃശ്യമായ മൂലധനമായിരുന്നു, മൂർത്തമായ മൂലധനമായിരുന്നു. പക്ഷേ അത് ഫിനാൻസ് ക്യാപിറ്റലായിട്ട് മാറിയപ്പോൾ, അത് ധനമൂലധനമായിട്ട് മാറിയപ്പോൾ അത് അദൃശ്യമായി, അമൂർത്തമായി. അത് ഇനി നോളജ് ക്യാപിറ്റലായിട്ട് മാറാൻ പോവുകയാണ്. വരാൻ പോകുന്ന കാലഘട്ടം നോളജ് ഇക്കോണമി എന്നാണ് അറിയുന്നത്. നോളജ് ഇക്കോണമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പാദനോപകരണം അറിവാണ്. ആ അറിവ് നാളെ മൂലധനത്തിനപ്പുറം ഉൽപ്പാദന ഉപകരണമായിട്ട് മാറാൻ പോവുകയാണ്. അതിനെയാണ് നോളജ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വരുന്ന മാറ്റങ്ങളും നവോത്ഥാനത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും പരസ്പരം ബന്ധിപ്പിക്കേണ്ട ഒരു ചുമതല ഇന്ന് സാമൂഹിക പ്രവർത്തകനുണ്ട്. കാരണം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നവോത്ഥാനത്തിൻ്റെ മാനവികതയുടെ ജ്വലനത്തിൻ്റെ ചിന്തകളുണ്ട്, ഒപ്പം കമ്പോളത്തിൻ്റെ വളർച്ചയുടെ ചിന്തകളുമുണ്ട്. ഇത് രണ്ടും ചേരുന്ന ഒരു ഘട്ടം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപകടകരമായൊരവസ്ഥ അതാണ്. ആ അവസ്ഥയിലും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാടിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് തന്നെ ധാരണ വേണം. വൈവിധ്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. വൈവിധ്യമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. വൈവിധ്യമാണ് ശക്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ കമ്പോളത്തിന് ഇങ്ങനെ ഒരു ചിന്തയില്ല എന്ന ധാരണയും നമുക്കുണ്ടാവണം. സമൂഹത്തെ കമ്പോളം അത്രയധികം സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. നോം ചോംസ്കി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ മൂലധനം സമ്മതം നിർമ്മിക്കുകയാണ് എന്ന് ചോംസ്കി പറയുകയാണ്. ആർക്കു വേണ്ടിയുള്ള സമ്മതം? വൈവിധ്യത്തിന് വേണ്ടിയുള്ള സമ്മതമല്ല, പ്രകൃതിക്ക് വേണ്ടിയുള്ള സമ്മതമല്ല, മാനവികതയ്ക്ക് വേണ്ടിയുള്ള സമ്മതമല്ല, കമ്പോളത്തിന് വേണ്ടിയുള്ള സമ്മതം നിർമ്മിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ കമ്പോളത്തിന് വേണ്ടിയുള്ള സമ്മതം നിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാടിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചും ബഹുസ്വരതയെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും നമ്മൾ പറയുന്നത്. ഈ വ്യക്തമായ ധാരണ ഓരോ സാമൂഹിക പ്രവർത്തനമുണ്ടെങ്കിലേ ഇവയെ വേർതിരിച്ച് ഇതിലേത് ശരി എന്നാശയം സമൂഹ മനസ്സിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അപകടകരമായ കമ്പോളം അത് അദൃശ്യമായ മൂലധനത്തിലൂടെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ 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 പ്രകൃതി വിരുദ്ധമായിട്ട് മാറുകയാണ്. കമ്പോളത്തിന് വൈവിധ്യമെന്ന സങ്കല്പമേയില്ല. കമ്പോളം വൈവിധ്യത്തിനെതിരാണ്. ഫാസിസ്റ്റുകൾ വൈവിധ്യത്തിനെതിരാണ് എന്ന് പറഞ്ഞതുപോലെ കമ്പോളം ഈ വൈവിധ്യത്തിനെല്ലാം എതിരാണ്. കമ്പോളത്തിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അത് ലാഭമുണ്ടാക്കുക, സമ്പത്തുണ്ടാക്കുക എന്നത് മാത്രം. അങ്ങനെ കമ്പോളം എന്ന ആശയം ഒരു ഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മാനവികതയുടെ അംശങ്ങൾ മറുഭാഗത്ത് വളർത്താൻ ശ്രമിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞാലേ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ആ രചനാത്മക ഭാവം
നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഞാൻ രണ്ട് ആശയങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് വൈവിധ്യം, മറ്റൊന്ന് കമ്പോളം. വൈവിധ്യവും കമ്പോളവും ഒരു ബന്ധവുമില്ലാത്ത രണ്ട് വാക്കുകളാണ്. വൈവിധ്യം പ്രകൃതിയുടെ സിദ്ധാന്തമാണ്, കമ്പോളം മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. ഇത് തമ്മിൽ ഇൻ്ററാക്ട് ചെയ്തുകൊണ്ട് അപകടകരമായ ഒരു സാമൂഹിക അവസ്ഥ നമ്മുടെ രാജ്യത്തും ലോകത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നു. ജൈവവൈവിധ്യം എന്താണെന്ന് കമ്പോളത്തിന് അറിയാത്തത് കൊണ്ട് ജൈവവൈവിധ്യത്തെ നശിപ്പിക്കാൻ കമ്പോളം ശ്രമിക്കുമ്പോൾ ജൈവവൈവിധ്യത്തിൻ്റെ യഥാർത്ഥ ശക്തിയായ പ്രകൃതി ആ ആക്ഷൻ എതിർക്കുന്നതാണ് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം. വൈവിധ്യത്തിൻ്റെ നാശമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിത്തറ എന്ന് പലർക്കും അറിയുപോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. എന്താണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം? ഞാനൊരു ക്ലാസ്സിൽ ചോദിച്ചു, കൃഷി തകർന്നത് എന്തുകൊണ്ടാ എന്ന്. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറയുകയാണ്, അത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് മാഷേ എന്ന്. നേരെ തിരിച്ചാണ്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായത് കൃഷി തകർന്നതുകൊണ്ടാണ്. കൃഷി തകർന്നപ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ പച്ച പ്രതലമില്ലാതായപ്പോൾ, അന്തരീക്ഷത്തിലെ താപം കൂടിയപ്പോൾ, കടലുകൾ ചൂടായപ്പോൾ, തിരമാലകൾ കൂടി വന്നപ്പോൾ, നീരാവി കൂടിയപ്പോൾ, അന്തരീക്ഷത്തിൽ നീരാവിയുടെ അളവ് കൂടിയപ്പോൾ, കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെയായിട്ട് ചക്രവാത ചുഴിയുമായിട്ട് വന്ന് കൃഷി വീണ്ടും തകരുകയാണ്. അപ്പോൾ കൃഷി തകർന്നതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായത് എന്ന് തിരിച്ചറിയാത്തൊരു സാമൂഹിക പ്രവർത്തകൻ എങ്ങനെയാണ് കൃഷിയെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക? ആരാണതിന് ഉത്തരവാദി? കാലാവസ്ഥ വ്യതിയാനത്തിന് ഉത്തരവാദി ആരാണ്? അതിന് ഉത്തരവാദി കാർഷിക തകർച്ചയാണ്. അടുത്തതാണ് പ്രധാനപ്പെട്ടത്. കാർഷിക തകർച്ചയുടെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് കൃഷി തകർന്നത്? മണ്ണിന് അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, വെള്ളത്തിൻ്റെ ഗുണം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, മനുഷ്യൻ്റെ കായികക്ഷമത നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, നമ്മുടെ യന്ത്രവൽക്കരണത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടല്ല. കൃഷി നശിച്ചത് കമ്പോളത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. എന്തിന് കൃഷി ചെയ്യുന്നു? ഉത്തരം പണമുണ്ടാക്കാൻ. എന്തിന് മണ്ണ്? ഉത്തരം പണമുണ്ടാക്കാൻ. എല്ലാം പണമുണ്ടാക്കാൻ എന്ന സങ്കല്പം ഈ വൈവിധ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ കമ്പോളം അപ്ലൈ ചെയ്തപ്പോൾ കാർഷിക മേഖല തകർന്നു. കാർഷിക മേഖല തകർന്നപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയപ്പോൾ ആഗോള താപനം വന്നു, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി. അപ്പോൾ ജൈവ വൈവിധ്യം എന്ന പ്രകൃതി അടിസ്ഥാന സങ്കല്പത്തെ കമ്പോളം തകർത്തപ്പോൾ നമ്മളെ തകർക്കുന്ന കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുകയാണ്. ഈ ആശയം മനസ്സിലാകാതെ ഒരു സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിച്ച് കൃഷിയെ അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എന്താ ഒരു സാമൂഹ്യ പ്രവർത്തനൻ്റെ ചുമതല? സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഇടപെട്ട് അതിനെ യഥാവിധി തിരിച്ചു കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി നിർത്തുക. അതിലൊരെണ്ണത്തിൻ്റെ ഞാൻ കാര്യം പറഞ്ഞുള്ളൂ, അത് കാർഷിക മേഖലയാണ്. അപ്പം കാർഷിക മേഖലയെ രക്ഷിക്കാൻ ഒരു സാമൂഹിക പ്രവർത്തകൻ രചനാത്മക ഭാവത്തോടുകൂടി, നൈസർഗികമായ ഭാവത്തോടുകൂടി, സർഗാത്മക ചിന്തയോടുകൂടി ഇടപെടുകയാണെങ്കിൽ, ഈ തിരിച്ചറിവുണ്ടെങ്കിൽ ആ സാമൂഹിക പ്രവർത്തകൻ ശബ്ദിക്കേണ്ടത് കമ്പോള സിദ്ധാന്തങ്ങൾക്കെതിരെയാണ്. നൈതികതയില്ലാത്ത കമ്പോളത്തിനെതിരാണ്. കമ്പോളമാണിതെല്ലാം നശിപ്പിച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ പ്രശ്നത്തിന് നാളെയെങ്കിലും ഒരു മറുപടി, അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാവുക. അതുകൊണ്ട് ഏറ്റവും അപകടകരമായ വർത്തമാനകാല പ്രശ്നം കമ്പോളമാണ്. ഈ കമ്പോളം കൂടുതൽ 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 അമൂർത്തമായും അദൃശ്യമായും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ച ഇന്നും നാളെയും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തും തകർച്ചയിലേക്കാണ് പോകുന്നത് എന്ന് ലോകം വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. മൂന്ന് പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പറയാം, ഈ പറഞ്ഞ അർത്ഥത്തിൽ മാത്രം. അതൊന്ന് ജോൺ ബെലാമി ഫോസ്റ്ററിൻ്റെ വൾണറബിൾ പ്ലാനറ്റ്, വ്രണിത ഭൂമി എന്ന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളൊരു പുസ്തകം. ആ പുസ്തകം ഞാനീ പറയുന്ന ആശയം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്.
ഈ കാർഷിക മേഖലയുടെ തകർച്ച, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. അതേസമയം കമ്പോളത്തിൻ്റെ വിഷയം ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളുണ്ട്. അതിലൊരു പുസ്തകം, 2 പുസ്തകം എഴുതിയിട്ടുള്ളത് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ആണ്. സ്റ്റിഗ്ലിറ്റ്സ് എഴുതിയ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ദ ഗ്രേറ്റ് ഡിവൈഡ് എന്നാണ്. 2 ഭാഗങ്ങളായിട്ട് ലോകം തിരിയുകയാണ്. വലിയ പണക്കാരൻ, പാവപ്പെട്ടവൻ. ഈ വലിയ ഡിവിഷൻ ലോകത്ത് വരുന്നു എന്ന പുസ്തകത്തിൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ഡിവൈഡ്. അതേ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് പുതിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 6 മാസം മുമ്പ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് റോഡ്സ് ടു ഫ്രീഡം എന്നുള്ളതാണ്. കമ്പോളം തകർന്നുകൊണ്ടിരിക്കുന്നു, കമ്പോളത്തിൻ്റെ വർത്തമാനകാല മുതലാളിത്ത ആശയങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം അപകടകരമായ അവസ്ഥയിലേക്ക് കമ്പോളം പോകുന്നു. സ്വാഭാവികമായും ഒരു നല്ല സാമൂഹിക പ്രവർത്തകന് സമാധാനമാണ് തോന്നുക. കാരണം കമ്പോളമാണ് മാനവികതയെ നശിപ്പിച്ചതെങ്കിൽ, അതായത് മാനവികതയുടെയും നവോത്ഥാനത്തിൻ്റെയും ഭാവുകത്വത്തെ തകർത്തത് കമ്പോളത്തിൻ്റെ ഭാവുകത്വമാണ് എങ്കിൽ, മാനവികതയുടെ ഭാവുകത്വത്തെ വളർത്തണമെങ്കിൽ കമ്പോളത്തിൻ്റെ ഭാവുകത്വത്തെ തകർക്കണം എന്ന് നമുക്കറിയാം. അതിൻ്റെ സാധ്യത വരുന്നു കമ്പോളം തകരുമ്പോൾ എന്ന് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല, അതല്ല അവസ്ഥ. നേരെ തിരിച്ചാണ്. കമ്പോളം കൂടുതൽ ഷാർപ്പായിക്കൊണ്ട് ഈ ഭൂമുഖത്തെ എന്ത് ചെയ്താലും, അതിൻ്റെ മാനവിക മൂല്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചാലും, പാരിസ്ഥിതിക മൂല്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചാലും, മനുഷ്യനും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധത്തെ പൂർണ്ണമായും നശിപ്പിച്ചാലും കമ്പോളത്തിന് വളരണം എന്നുള്ളത് തന്നെയാണ് കമ്പോളത്തിൻ്റെ ലക്ഷ്യം. ഞാനിതുപോലെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് കമ്പോളത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, അപ്പോൾ സമാധാനമാകുന്നു, കമ്പോളം തകരുകയാണല്ലോ, പിന്നെ മാനവികത വളരുമല്ലോ എന്ന്. പക്ഷേ അടുത്ത ഈ ആശയം പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അപകടം മനസ്സിലാവുന്നത്. തകരാൻ പോകുന്ന കമ്പോളം തകരുമെന്നാരും കരുതരുത്. അത് കൂടുതൽ തീക്ഷ്ണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അദൃശ്യമായ പലതും അതിന് ചുറ്റും പിടിപ്പിച്ചുകൊണ്ട് കമ്പോളം കൂടുതൽ തീക്ഷ്ണമാവുകയാണ്. അങ്ങനെ തീക്ഷ്ണമാകാൻ, ശ്രദ്ധിക്കണേ, അങ്ങനെ തീക്ഷ്ണമാകാൻ, ആ കമ്പോളം അങ്ങനെ കൂടുതൽ മാനവിക വിരുദ്ധമായിട്ട് മാറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഫാസിസമാണ്. കമ്പോളം കൂട്ടുപിടിക്കുന്ന വർത്തമാനകാലത്ത് സാമൂഹിക പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലയും നശിപ്പിക്കുന്ന രീതിയിൽ കമ്പോളവും ഫാസിസവും ചേരുന്ന അപകടകരമായ ഒരവസ്ഥ ഇന്ന് ലോകത്തുണ്ട്. എല്ലാ ലോകത്തിൻ്റെയും സംസ്കാരത്തെ വിശകലനം ചെയ്താൽ ഇത് കുറെ കൂടി വ്യക്തമാക്കാം. സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ കമ്പോളവും ഫാസിസവും ചേർന്നുകൊണ്ട് മാനവികതയുടെ ഭാവുകത്വത്തെ അരിഞ്ഞു തള്ളുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെയാണ് നമ്മൾ നവ ഫാസിസം എന്ന് പറയുന്നത്. എവിടേക്കാണ് ലോകം പോകുന്നത്? സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വേരറ്റ് പോകുന്നത് ഏത് വഴിയിലൂടെയാണ്? അവിടെ രചനാത്മകതയ്ക്ക് എന്ത് പ്രാധാന്യമുണ്ട്? 2 അപകടകരമായ സംജ്ഞകൾ കൂടിച്ചേരുന്നു. ഒന്ന് കമ്പോളം, മറ്റൊന്ന് ഫാസിസം. കമ്പോളവും ഫാസിസവും ചേരുന്ന അപകടകരമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഫാസിസത്തിനെതിരെ ശക്തമായി സമരം ചെയ്യുന്നത് പോലെയോ കമ്പോളത്തിനെതിരെ പോരാടുന്നത് പോലെയോ അല്ല. കമ്പോളവും ഫാസിസവും ചേർന്ന് നവഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് തിരിച്ചറിയുമ്പോഴാണ് വർത്തമാനകാല സാമൂഹിക പ്രവർത്തകൻ്റെ ശക്തി എത്ര കണ്ട് വേണം, ദിശാബോധം എത്ര കണ്ട് വേണം എന്ന് മനസ്സിലാക്കുവാൻ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യത്തെ തന്നെ ആയുധമാക്കിക്കൊണ്ട് മാത്രമേ ഈ പറയുന്ന പുതിയ നവഫാസിസത്തിനെതിരെ പോരാടാൻ കഴിയുകയുള്ളൂ. എല്ലാം ഒന്നാക്കി മാറ്റുന്ന അധമ സംസ്കാരം, എല്ലാം ഒന്നല്ല, ഈ പ്രകൃതിയിൽ ഒന്നുമല്ല, എല്ലാം വ്യത്യസ്തമാണ്.
ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആയിരക്കണക്കിന് മനുഷ്യർ, ഒരാളെ പോലെയല്ല. ഈ പ്രകൃതിയിലേക്ക് കടന്നാൽ ഒരൊറ്റ ചെടിയും ഒരൊറ്റ സസ്യവും ഒരുപോലെയല്ല. ഓരോ സസ്യവും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ പൂങ്കാവനത്തിൽ നിൽക്കുന്ന പൂക്കൾ വ്യത്യസ്തമാണ്. ആ പൂക്കളിലേക്ക് വരുന്ന ചിത്രശലഭങ്ങൾ വ്യത്യസ്തമാണ്. ആ ചിത്രശലഭങ്ങളെ തിന്നാൻ വരുന്ന കിളികൾ അവയും വ്യത്യസ്തമാണ്. അവയെ തിന്നാൻ വരുന്ന അതിനേക്കാൾ വലിയ പക്ഷികൾ അവയും വ്യത്യസ്തമാണ്. എവിടെ നോക്കിയാലും വ്യത്യസ്തതയും വൈവിധ്യവും നിൽക്കുന്ന പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഒന്നാക്കി മാറ്റുവാൻ കമ്പോളവും ഫാസിസവും ശ്രമിക്കുന്നു എന്ന അപകടകരമായ സാംസ്കാരിക പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഈ വൈവിധ്യത്തെ നിലനിർത്തണം എന്ന് സമൂഹത്തെ പഠിപ്പിക്കലാണ്. വൈവിധ്യമാണ് ശരി, അതിലുണ്ടാകുന്ന വിവിധ സംസ്കാരങ്ങളാണ് ശരി, ആ സംസ്കാരത്തിൻ്റെ സമഷ്ടിയാണ് യഥാർത്ഥ സംസ്കാരം. ഈ ആശയം തകർത്തെറിയുവാൻ കമ്പോളവും ഫാസിസവും ചേരുന്നു എന്ന ആ ആശയം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്ന് ഞാൻ പറഞ്ഞില്ല, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഫാസിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, കമ്പോളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, കമ്പോളത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ പറയുന്നുണ്ട്, ഫാസിസത്തിൻ്റെ വളർച്ചയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ല വിഷയം, അതും വിട്ടു അതിനപ്പുറത്തേക്ക് പോകുന്നു. ലോകയുദ്ധങ്ങൾ മുഴുവൻ വിശകലനം ചെയ്യാം. ലോകത്തെ പല രാജ്യങ്ങളിലുള്ള വംശീയ പ്രശ്നങ്ങളെടുത്ത് വിശകലനം ചെയ്യാം. ഇന്ത്യയിലെ വംശീയ പ്രശ്നങ്ങളും ജാതി പ്രശ്നങ്ങളും വിശകലനം ചെയ്യാം. എവിടെ എടുത്തോളൂ, ഒരു അപകടകരമായൊരു ഒരു 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 കൂട്ടായ്മ വളർന്നു വരുന്നു ലോകത്ത്. അത് മൂലധനവും ഫാസിസവും തമ്മിലുള്ള കൂട്ടായ്മയാണ്. മൂലധനത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഫാസിസത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന ഘട്ടത്തിൽ ഇത് രണ്ടും കൂടിച്ചേർന്ന് അപകടകരമായൊരു സാമൂഹിക അവസ്ഥ സൃഷ്ടിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാമൂഹിക പ്രവർത്തനത്തെ രചനാത്മകതയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ രചനാത്മകത ഇല്ല, സർഗശേഷിയില്ല, സർഗപ്രവർത്തനമില്ല, ഒന്നും വേണ്ട. ഫാസിസത്തെ ഏത് കളർ കൊണ്ടാണ് ചിത്രകാരന്മാർ റെപ്രസെൻ്റ് ചെയ്യാറ്? ബ്ലാക്ക്, കറുത്ത നിറമാണ് ഫാസിസം. കറുത്ത നിറമാണ് ഫാസിസം. കറുകറുത്തതാണ് കമ്പോളം. കറുപ്പും ചേരുമ്പോൾ കറുപ്പിൻ്റെ കറുപ്പ്. എന്തായി കറുപ്പ്? എന്തായി കറുത്ത നിറം കൊണ്ട്? പാബ്ലോ പിക്കാസോ ഗൊർണിക്ക എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു ചിത്രം, ഒരൊറ്റ ചിത്രം കൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ മനസ്സുയർത്തുവാൻ പിക്കാസോയ്ക്ക് കഴിഞ്ഞില്ലേ? ഒരൊറ്റ ചിത്രം കൊണ്ട് യുദ്ധഫാസിസത്തിനെതിരെ മനസ്സിനെ ഉണർത്താൻ പിക്കാസോയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ കഴിയുമെന്ന് ഉറപ്പാണ്. ആ പിക്കാസോവും ഫാസിസത്തെ ബ്ലാക്ക് കളർ കൊണ്ടാണ്. എന്താ കാരണം? എന്താ ബ്ലാക്ക് കളർ? എവിടെ ചെന്നോ ഫാസിസത്തെ വരച്ചാലും ബ്ലാക്ക്, സിമ്പിളാണ്. അവിടെയും പ്രകൃതിയുടെ വൈവിധ്യം തന്നെയാണ് ബേസ്. പ്രകൃതിയുടെ വൈവിധ്യമാണ്. വൈവിധ്യം വിട്ടൊന്നുമില്ല. ദേ ഇത്രയേ ഉള്ളൂ. ഞാനിട്ടിരിക്കുന്നത് ഒരു 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 ഡീപ്പ് ഗ്രീൻ കളറാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വെള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓരോ ഷർട്ടിന് നീല നിറം എന്ന് പറയുന്നത് പ്രകൃതിയുടെ രശ്മികൾ വന്ന് പതിക്കുമ്പോൾ നീല ഒഴികെ എല്ലാ വർണ്ണങ്ങളും ആ പ്രതലം അബ്സോർബ് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. നീല നിറം മാത്രം പുറത്തുവിടുന്നു. അത് നമ്മുടെ കണ്ണിൽ വീണുന്നു, നാം നീലയാതിനെ കാണുന്നു. അപ്പം കറുപ്പോ സൂര്യരശ്മി മുഴുവൻ ആ പ്രതലത്തിൽ വീഴുമ്പോൾ ആ സൂര്യരശ്മിയെ മുഴുവൻ ആഗിരണം ചെയ്യുകയും ഒരു രശ്മി പോലും പുറത്തു വിടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കാണുന്നില്ല. അതിൻ്റെ പേരാണ് കറുപ്പ്, ബ്ലാക്ക്. ഒരു മാനവികതയും പുറത്തു വരാത്ത, ഒരു പ്രകൃതി മൂല്യങ്ങളും പുറത്തു വരാത്ത, ഒരു സാമൂഹിക ബോധവും പുറത്തു വരാത്ത ഒന്നാണ് ഫാസിസം.
സമഗ്രവും സമ്പൂർണവുമായ ശുഭ്രവർണം ദാ ഇവിടെ നിറയെ കാണുന്നു. എല്ലാ രശ്മികളും പ്രതിഫലിക്കുന്നതാണ് വെളുപ്പ്. ഒരു നിറവും പ്രതിഫലിക്കാത്തതാണ് കറുപ്പ്. കറുപ്പ് കൊണ്ടാണ് ഫാസിസത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രകാരന്മാർ. നോക്കൂ, അതിനപ്പുറം അതിനേക്കാൾ വലിയ കറുപ്പ്, മാനവികതയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, പ്രകൃതി ബന്ധങ്ങളില്ലാത്ത, മനുഷ്യ ബന്ധങ്ങളില്ലാത്ത, മനുഷ്യ ഇതര ജീവി ബന്ധമില്ലാത്ത, മനുഷ്യ പ്രകൃതി ബന്ധമില്ലാത്ത കമ്പോളത്തിൻ്റെയും നിറം കറുപ്പ് തന്നെയാണ്. ഈ രണ്ട് കറുപ്പും ചേരുന്ന കറുപ്പിനെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ്, അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഇന്നത്തെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മർമ്മവശം. അവിടെയാണ് അതിൻ്റെ രചനാത്മകത വരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിലൂടെ വൈവിധ്യം പ്രകൃതിയാണ്. കേട്ടോളണേ, ഫാസിസം വൈവിധ്യത്തിനെതിരാണ്, ഫാസിസം പ്രകൃതിക്കെതിരാണ്. പ്രകൃതി വിരുദ്ധതയാണ് ഫാസിസം. മാനവികത പ്രകൃതിക്ക് അനുകൂലമാണ്, വൈവിധ്യത്തിന് അനുകൂലമാണ് മാനവികത. വൈവിധ്യത്തിൽ നിന്നാണ് മാനവികത. മാനവികതയും കമ്പോളവും തമ്മിലുള്ള സംഘർഷമാണ് പ്രിയമുള്ളവരെ വർത്തമാനകാല സാംസ്കാരിക പ്രശ്നം. മാനവികതയുടെ ഭാവുകത്വവും കമ്പോളത്തിൻ്റെ ഭാവുകത്വവും തമ്മിൽ കൂട്ടിയുരയ്ക്കുകയാണ്. ആര് ജയിക്കണം, ആര് തോൽക്കണം, ആര് ജയിക്കണം, ആര് തോൽക്കണം. കമ്പോളത്തിൻ്റെ ഭാവുകത വളർന്നാൽ അത് വീണ്ടും ഫാസിസവുമായി ചേർന്ന് അപകടകരമായ അവസ്ഥയിൽ സമൂഹത്തെ കൊണ്ടുപോകും. അതുകൊണ്ട് നവഫാസിസം എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു വാക്ക് ഞാൻ പറയുകയാണ്, നവോത്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇത്. മാനവികതയും കമ്പോളവും തമ്മിലുള്ള സംഘർഷത്തിൽ മാനവികതയെ ഉയർത്തിക്കൊണ്ടുവരുന്ന മാനവികതയുടെ ജ്വലനത്തിന് സാധ്യതയൊരുക്കുന്ന നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ് ഇത്. ഇന്ന് പ്രകൃതി ആവശ്യപ്പെടുന്നത്, മനുഷ്യൻ ആവശ്യപ്പെടുന്നത് നവോത്ഥാനമാണ്. മാനവികതയെ പുനഃസൃഷ്ടിക്കുവാൻ, വൈവിധ്യത്തെ നിലനിർത്താൻ, ബഹുസ്വരതയെ നിലനിർത്താൻ കമ്പോളത്തിനെയും ഫാസിസത്തിനെയും തോൽപ്പിക്കുന്ന നവോത്ഥാനം, അതിനെ നവോത്ഥാനം എന്ന് വിളിക്കാം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ കരുക്കളൊരുക്കുവാനുള്ള ആശയപരമായ ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.